ഭാരതവും കുവൈറ്റും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു അധ്യായം കൂടി കുറിക്കപ്പെടുകയാണ്. കുവൈറ്റിലെ ഭാരതത്തിന്റെ ആദ്യ വനിതാ അംബാസഡറായി ചുമതലയേറ്റ പരിമിത ത്രിപാഠി ഇന്ന് കുവൈറ്റ് അമീറിന് വിശ്വാസപത്രം സമർപ്പിച്ചു. ബയാൻ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിന് മുന്നോടിയായി ഭാരത സ്ഥാനപതിക്ക് ഉജ്ജ്വലമായ വരവേൽപ്പാണ് നൽകിയത്. കുവൈറ്റിലെ ഇന്ത്യയുടെ 20ാമത് അംബാസഡറായി പരിമിത ത്രിപാഠി ഔദ്യോഗികമായി ചുമതലയേറ്റു. ബയാൻ കൊട്ടാരത്തിൽ പ്രൗഢഗംഭീരമായി നടന്ന ചടങ്ങിൽ കുവൈറ്റ് അമീർ ഹിസ് ഹൈനസ് ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന് വിശ്വാസപത്രം കൈമാറി. ചടങ്ങിന് മുന്നോടിയായി കൊട്ടാരത്തിൽ അവർക്ക് ഉജ്ജ്വലമായ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. അംബാസഡറെ ഊഷ്മളമായി സ്വാഗതം ചെയ്ത അമീർ ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള കാലപ്പഴക്കമുള്ള സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പുതിയ അംബാസഡറുടെ സേവന കാലയളവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ കരുത്താർജിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ ആശംസകൾ അംബാസഡർ അമീറിനെ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ് കുവൈറ്റ് എന്ന് അവർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. കുവൈറ്റിലെ 10 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ കരുത്തുറ്റ പാലമാണെന്നും അവർക്ക് കുവൈറ്റ് നൽകുന്ന പിന്തുണയ്ക്ക് അംബാസഡർ നന്ദി അറിയിക്കുകയും ചെയ്തു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ പുതിയ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട്. നയതന്ത്ര ബന്ധം സ്ഥാപിതമായതിന്റെ 65ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ കൂടിക്കാഴ്ച അതീവ പ്രാധാന്യമർഹിക്കുന്നു. മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും കുവൈറ്റിനൊപ്പം ഇന്ത്യ ഉണ്ടാകുമെന്നും അംബാസഡർ ഉറപ്പ് നൽകി. കുവൈറ്റിലെ ഇന്ത്യയുടെ ശബ്ദമായി ഇനിയൊരു വനിതാ നയതന്ത്രജ്ഞ എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ നിയമനത്തിനുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളുമായും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായും അംബാസഡർ കൂടിക്കാഴ്ച നടത്തും. സുജിത് സുരേഷൻ, ജനം, കുവൈറ്റ്.